എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് ഓടരുത്, മുസല്ലയിലിരിക്കണേ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കും ഇരുന്നുകൂടെ? ആ നിസ്കാര പായില് നമസ്കരിച്ച സ്ഥലത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്കും ഇരുന്നുകൂടെ? നിങ്ങൾക്കും ദിക്ർ പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ? അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ? അത് കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു എല്ലാവരും അവിടെ നിന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. ആരാപ്പ ഇരിക്കുക? ഇവിടെ ഈ ആമീൻ പറയാ ഇരിക്കണില്ല, ഓട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോ വെളിയിൽ നിന്നിട്ട് ഓടുന്നവനാ. ആരാപ്പ ഇരിക്കണ പള്ളിക്കകത്ത്? ഓടുക. എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിയ എഴുന്നേറ്റ് തൂണു പിടിക്കും. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും പരുവുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിട്ടിട്ട് ഇരുത്തവാ. എടാ ചങ്ങാതി, അവിടെ തന്നെ ഇരിക്ക്. നിസ്കാരം കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ടേ, സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ, അല്ലാഹു അക്ബർ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ആരിയ്ക്കുന്നു സഹോദര? ഓട്ടമാ, തെറുതി, ഓടണം, കച്ചവടത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം, ഓട്ടം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ മുസല്ലയിൽ വന്നിരിക്കുമായിരുന്നു. പണ്ടുള്ളവരങ്ങനെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും വരുമ്പോൾ പള്ളിക്കകത്ത് വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. നമ്മളോ കള്ളി ചാപ്പി പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ ഓരത്തിരുന്നിട്ട് വരിക്കും ഇങ്ങനെ കഞ്ചാവ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിസ്കാരപ്പായിലിരിക്ക്. ആ നിസ്കാരപ്പായിൽ നീ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അത്രയും നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് സുബഹിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങുന്ന ഉപ്പമാരില്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പണ്ടത്തെ ഉമ്മമാർ നിസ്കാരം മുസല്ലയിൽ നിന്ന് എഴുന്നേക്കില്ല, ഇശാ വരെ അവിടെ ഇരിക്കും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം, ബാക്കിയ ഓതണം, സജദ ഓതണം, മുൽക്കോതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഓതി ഇശാ വരെ നിസ്കാരപ്പായിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇപ്പം ടി വിയുടെ ഫ്രണ്ടില. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്.
മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക. കൂടുതലൊന്നും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല. ഒരല്പനേരമെങ്കിലും ഇരിക്കണം സമയമുണ്ടെങ്കിൽ. എന്തിനാ? അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ, അള്ളാഹിൻ്റെ പള്ളിക്കകത്തല്ലേ. നബൈത്തുൽ എഴുത്തിക്കാഫ ബിഹാദൽ മസ്ജിദ്, പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ. അതുകൊണ്ട് നിസ്കാരപ്പായിലിരിക്ക്. നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത് കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം ഇൻഷാ അല്ലാ, എനിക്കറിയാം 9:45 ഇൻഷാ അല്ലാ ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മറന്നു പോകരുത്. 4ാമത്തെ കാര്യം എന്താ? ഇന്നിവിടെ നിന്ന് വഅദ് കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടെ നിന്ന് സലാം പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് റബ്ബേ കിടന്നുറങ്ങാൻ പോകുകയാണ്. കിടപ്പറയിലേക്ക് പോകുകയാണ്. കിടക്കയിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് ഒളിവെടുക്കണേ വാപ്പാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് ഒളിവെടുക്കണേ മോളെ. ഒളിവെടുത്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ബാത താഗിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിളു സഅതൻ മിനൽ ലൈൽ. നീ അതാ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. എന്നിട്ട് നീ ഉറങ്ങുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുന്നു. അല്ലാഹ് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഇവന്റെ ഉറക്കം നീ ഇബാദത്താക്കണേ അല്ലാ. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. ഉതുപെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുമ്പോ ആരാണ് വുളൂ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുറങ്ങുന്നവരുണ്ടല്ലോ, ചെവിക്കകത്ത് പാട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ. ആരാ ഉതുപെടുക്കുന്നത്? എന്തുകൊണ്ടാ നീ ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാണ് വാപ്പാ. നീ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ പറയുമല്ലോ അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യമായിട്ട് പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അല്ലാഹനെ സ്തുതിക്കുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, ഒരു ദിവസം കൂടെ നന്മ ചെയ്യാനുള്ള ആയുസ് തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാ. ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉളുവെടുക്കാതെ ഉറങ്ങല്ല്. അത് മരണമാടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, മരണമാണ് പൊണ്ണുമോള്. ഉറക്കം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ ഉറങ്ങാൻ കിടന്ന് നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ.
എഴുന്നേറ്റില്ലല്ലോ, നിന്റെ കുടുംബക്കാര് പലരും എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഉതുവെടുക്കാതെ കിടന്നുറങ്ങരുത്. ഉതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലെങ്ങാടും നീ മരണപ്പെട്ടാൽ നീ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ഉതുവെടുത്തിട്ടേ മരിക്കാവൂ, ഉതുവോടുകൂടിയേ മരിക്കാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉതുവോടുകൂടി മരിച്ചാൽ അവൻ ആരെന്നറിയുമോ, അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. ഉളുവെടുത്തിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവന് നീ എത്ര വലിയ ഭാഗ്യവാനാരെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അവര് മാത്രമല്ല പിന്നെ ഒരാള് കൂടെ വരികയാ. പടച്ചറപ്പേ, ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരാളെ കാണാനുള്ള ഭാഗ്യമാ. ആരെയും നിറിയുവോ ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവേ, ലോകത്ത് കിടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർക്ക് വഹിയുമായി ഇറങ്ങി വന്ന മലക്കല്ല് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകൻ ഉയർത്തുമ്പോ ഈ ആകാശഭൂമി മുഴുവനും അടഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, മുത്തുനബിയുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി നിന്ന അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ നിനക്ക് കാണണ്ടേ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണസമയത്ത് കാണാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വഹിയിന്റെ ദുനിയമായി ഇറങ്ങി വന്ന അതാ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള ഭാഗ്യമോ. അതിനാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണടാ മരിക്കേണ്ടത്. അത് യൂട്യൂബിൽ കിടന്ന് സെക്സി വീഡിയോ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന നിനക്കതിനുള്ള ഭാഗ്യമില്ല. ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന പെങ്ങള്, ലിക്കില്ലാതെ പോയി കിടന്നുറങ്ങുന്ന വാപ്പാ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നീ അവസാനമായി ചെയ്തതെന്താ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ പരലോകത്തെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നീ അവസാനമായി ചെയ്തതും ചെയ്തുകൊണ്ടല്ലേ കിടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഒന്നുപെടുത്തിട്ട് കിടക്കട്. മൻ ബാത താഹിറുൻ ബാത ഫീ സിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. മലക്ക് നീ എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. എന്തായാലും ഉറങ്ങാൻ കിടക്ക. ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ. അതുകൊണ്ട് ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ആ കിടപ്പിൽ കിടന്ന് നീ മരിച്ച അൽഹംദുലില്ലാ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉണരുന്നതുവരെ അള്ളാന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. നിന്റെ തലയുടെ ഭാഗത്ത് നിന്നൊരു മലക്ക് ദുആ ചെയ്യും നീ ഉണരുന്നതുവരെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി മരണപ്പെട്ടു പോയാൽ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിനക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഉറക്ക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നു, മലക്കുകളുടെ ദുആ കിട്ടുന്ന 10 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ ചെയ്തു പോയ പാപം അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യുന്നവൻ. 2, ഇമാമ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആമീൻ പറയുമ്പോൾ, ഫാത്തിഹ ഓതി കഴിയുമ്പോൾ കൂടെ ആമീൻ പറയുന്നവർ. 3, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ. 4, നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരിക്കുന്നവർ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമയം 10 മണിയായി. 9:56 ആയി. എന്തു വേണം? വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിൻ്റെ പേരില? വാക്ക് പാലിക്കാത്തതിൻ്റെ പേരില. ഞാൻ 10 മണിക്ക് 10:15 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാലേ 10:15 നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം? ഇൻഷാ അല്ലാ പറയണോ വേണ്ടയോ? ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാ ബക്കറ്റ് എടുത്ത് ഓടിവാ. ബക്കറ്റ് എടുത്ത് ആ പൊക്കിയ കൈ പോക്കറ്റിയിട്. പ്രതിഫലം പറയാം. അടുത്ത വിഭാഗം ആരെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. ഈ ബക്കറ്റിൻ്റെ അകത്ത് പൈസ ഇട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ ഉള്ളതിൽ പങ്കുവൻ കൊടുത്തു പടച്ചവനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ ബക്കറ്റിൻ്റെ അകത്ത് നീ എന്തെങ്കിലും എടുത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിനക്ക് ബറക്കത്തുണ്ടാകാൻ, നീ രക്ഷപ്പെടാൻ. പോക്കറ്റിൻ്റെ അകത്ത് അടുക്കി വെച്ചിട്ട് ഉറക്കം നടിച്ചാൽ, കാണാത്തവനെ പോലെ ഇരുന്നാൽ അപ്പോഴും മലക്ക് ദുആ ചെയ്യും, അല്ലാ നീ കൊടുത്തത് ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. 8ന്റെ പണി. അതിനാ പറയുന്നത്, നിന്റെ തലയുടെ മുകളിൽ നിന്നും മലക്ക് നിന്നെ ശപിക്കും, നിനക്കെതിരായി ദുആ ചെയ്യും. ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ, എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദുആ വേണോ ശാപം വേണോ നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒന്ന് പോക്കറ്റി കൈയിട്ടോ. അസ്സദഖ തുറത്തുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ഏത് മാരകമായ രോഗത്തിനും മരുന്നുണ്ട്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? ചില അടിമകളുണ്ട് അല്ലാഹിക്ക്, അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അങ്ങനെയാണല്ലോ അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചാൽ കൊടുക്കൂല. ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. ശരീരത്തിൽ എവിടെയോ ഒരു ചെറിയ മുഴ കണ്ടോ, ഡോക്ടർ എടുത്തിട്ട് ടെസ്റ്റിന് അയച്ചു. അപ്പോൾ വരും 501 രൂപയുമായിട്ട് പള്ളിയിൽ, ഉസ്താദേ ദുആ ചെയ്യണം, ടെസ്റ്റ് റിസൾട്ട് നല്ലതായിരിക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ ഭർത്താവിനോട് അറബി പറഞ്ഞു പോകാൻ സമയമായി, പൊക്കോടാ എല്ലാം മാരിക്കെട്ടി നാട്ടിൽ പൊക്കോ. അപ്പൊ 1001 രൂപയും ഒരു പേപ്പറും പള്ളിയിലെ ഖത്തീബിന് ദുആ ചെയ്യാൻ. എടാ ചങ്ങാതി, ഇത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഗതി നിനക്ക് വരുമോ? ഇത് കൊടുത്തിരുന്നെങ്കിൽ. അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന സഹോദര സ്പീഡ് കൂടുന്നട്ടാ. കാക്കാ സ്പീഡ് കുറയ്ക്ക്. നിനക്ക് വീട് കെട്ടാനല്ലോ. അൽഹംദുലില്ലാ നിനക്ക് രക്ഷപ്പെടായതേ ഉണ്ടാവത്തുള്ളൂ. സമാധാനത്തോടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ, പടച്ചവനെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കവർക്ക് അനുകൂലമായി ദുആ ചെയ്യണേ അല്ലാ. മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നീ അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുവോളം നിലനിർത്തി കൊടുക്കണേ അല്ലാ.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന അഞ്ചാമത്തെ വിഭാഗമാരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് പോലും നമുക്ക് സ്വലാത്ത് പറയാൻ പറ്റുന്നില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്ത് പറയുന്നത്, ആ പറയുന്നവന് വേണ്ടി മലക്കുകൾ. നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം. ഉസ്താദന്മാരൊക്കെ സ്വലാത്തിന്റെ മഹത്വം പറയുന്നതല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ മലക്കുകളുണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് മടിയ ഇന്ന് സലാത്ത് പറഞ്ഞ് എത്ര പേരുണ്ടോ? നിസ്കരിക്കുന്ന സമയത്തല്ലാതെ ഒരു 10 സലാത്ത് പറഞ്ഞവരൊന്ന് കൈവക്കിക്ക്. നിസ്കരിച്ച സമയത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് ആ സലാത്തല്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് തിരക്കാ അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്ത് പറയാൻ പോലും നമുക്ക് മടി. നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തില്ല. നിങ്ങൾ ചിന്തിക്കുക, കൊറോണയുടെ 4ാമത്തെ വിഭാഗം വന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. കൊറോണയുടെ 3 കഴിഞ്ഞു, 4ാമത്തത് ആണ്ട് വരുന്നത് പോലെ ഇങ്ങനെ വരിക വർഷം. ഇതിവിടെ തീരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം ഏതോ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു 12 പേർക്ക് വന്നു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവസാനം വരുന്നില്ല? അവസാനം വരത്തില്ല സഹോദര, അവസാനം വരത്തില്ല. കാരണം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക്, പേടി എല്ലാത്തിനും. ഉസ്താദെ, ഏക സിവിൽ കോഡ് വരുന്നു ഉസ്താദെ, പൗരത്വ ബില്ലൊക്കെ വരും ചങ്ങാതി, ഏക സിവിൽ കോഡൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് മുട്ടിടിക്കണ്ട. എടാ, അല്ല നമ്മളെ നന്നാക്കും. അല്ല പറയുന്നത് കേട്ടില്ലെങ്കിൽ അല്ല നമ്മളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല വിടൂല നമ്മളാരെയും. നിങ്ങളൊക്കെ വിചാരിച്ചോ പേടിച്ചു ഉസ്താദെ എൻ്റെ വീട് പോകും, എൻ്റെ പറമ്പ് പോകും, എൻ്റെ പൗരത്വം പോകും. എടാ, എല്ലാം പോടാ ചങ്ങാതി. ഇതൊക്കെ പോകുമെന്ന് ഖുർആനും ഹദീസും വെറുതെ അല്ലല്ലോ പറഞ്ഞു തന്നെ. പൗരത്വ ബില്ലൊക്കെ ഇപ്പോഴാണ് ഉണ്ടായേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ബില്ലുണ്ടായില്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് മക്കയിൽ പൗരത്വ ബില്ല് പാസാക്കി. ഖുറൈശികൾ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിനോട് പറഞ്ഞു, ഉടുതുണി എടുത്തുകൊണ്ട് പൊക്കോണ ഇവിടെന്ന്. ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും അള്ളായും മുഹമ്മദും കൂടെ പൊക്കോണം. സമ്പാദിച്ചത് മുഴുവൻ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ഇട്ടിട്ട് പോയി. അവരാണ് സഹാബത്ത്. നമ്മളോ ഇട്ടിട്ട് പോണമെന്ന് പറയുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. നമുക്ക് പേടി. അതാ ചോദിച്ച അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? നീ വിചാരിച്ചു ഓസിന്? ബിലാല് തങ്ങളെ മരുഭൂമിയിൽ മലർത്തിക്കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ച് ചാട്ടകാറ് കൊണ്ട് തല്ലിച്ചതച്ചു. സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് കുത്തിയിറക്കി. അള്ളാഹുവേ, ഇങ്ങനെ സഹാബത്തിന്റെ കഥ പറഞ്ഞത് പിരിക്കാനാണെന്ന് നീ വിചാരിച്ചോ? അല്ലടാ, നീ വിചാരിച്ചത് ഉസ്താദ് പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല ആമിനത്ത, ഓടും നിങ്ങൾ ഓരോന്നും. നമ്മളൊക്കെ ഓടേണ്ടവരാ. അള്ളാഹു നമ്മളെ ഓടിക്കും സഹോദര. ഇതൊക്കെ ചരിത്രമല്ലേ. എടാ, ജനിച്ചപ്പോഴേ ഉമ്മാടെ വയറ്റിന്ന് പുറത്തേക്ക് വന്നപ്പോഴേ ബാങ്കു ഇക്കാമത്തും കൊടുത്തവനാ നീ. എന്തിന്? മരിച്ചാൽ ഇത് വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഇത് വിളിക്കാൻ സമയമില്ല. നേരത്തെ വിളിച്ചു വെച്ചിരിക്കുക. എൻ്റെ ഉമ്മാടെ വയറ്റി വെച്ച് തന്നെ അല്ല എൻ്റെ മരണ ദിവസം എഴുതി വെച്ചിരിക്കുക. എനിക്ക് എന്നാ പേടിക്കാൻ? എന്ത് ബില്ല്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ വിരളുക. ഓലപ്പടക്കം പൊട്ടിക്കുമ്പോഴേ നീ വരണ്ട, ഇനി അമുട്ട് വരുമ്പോൾ നീ എന്ത് ചെയ്യും? ഇനി എന്തൊക്കെ വരാൻ കിടക്കണ്? പേടിച്ച് വരണ്ടോണ്ട് നടക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉറപ്പിക്കാൻ നോക്ക് ചങ്ങാതി. ആദ്യം നിന്റെ ഈമാൻ ഉറപ്പിക്ക്. അതേ ഉള്ളൂ ഇനി ഏക വഴി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വിരളാൻ തുടങ്ങിയ വിരളാനേ പറ്റത്തുള്ളൂ. വിരണ്ടോടി എത്ര കാലം ഓടാനാ? ഈമാൻ ഉറപ്പിക്ക്. ആദ്യം നീ നിന്റെ കുടുംബത്തിൽ ദീനുണ്ടാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ.
ആമീൻ പറ, ആമീൻ പറ. നിങ്ങളുടെ ഈ പരിസരത്തെങ്ങാണ്ടല്ലയോ പെണ്ണുമ്പിള്ള നന്നായില്ലെങ്കിൽ പോയില്ലയോ? 10-25 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചുപോയി. ഇവിടുന്ന് പരിസരത്താ, മറക്കരുത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ജോഡിയാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, പെണ്ണുപിള്ളമാർ കാണുന്നുണ്ട്. വീട്ടിൽ പോലുമ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും പൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞെന്ന് ചോദിക്കുക. ആമീന, എല്ലാവരും കൈ പൊക്കിയല്ലോ, നീ അതെങ്ങനെ പലരും കൈവക്കാൻ പറഞ്ഞപ്പോൾ പലതും പൊക്കിയില്ല. കാരണം എന്തെന്നറിയോ? ഉസ്താദ് ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, അതിന് സ്വർഗത്തിലുണ്ടോന്ന്. അതാ നമ്മുടെ അവസ്ഥ. സ്വർഗത്തിൽ ആമിനയെ കൊണ്ടുപോകാൻ വലിയ പേടിയാണ് നമുക്ക്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. പേടിക്കണ്ട, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്വഭാവമൊക്കെ മാറ്റി തരും അല്ലാഹ് കേട്ടാ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിന്റെ ആമിനായ അള്ളാഹു നല്ല ആമിനാക്കി തരും, പേടിക്കണ്ട. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറ് നൽകുമാറാകട്ടെ. സഹോദരിമാർ, ഭർത്താക്കന്മാരെ സ്വർഗത്തിലും ഭർത്താവായിട്ട് കിട്ടണമെന്ന് പെണ്ണുങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അടച്ചവൻ നല്ല മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടാ. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുക, ഉസ്താദ് വന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാന്റെ മലക്കുകൾക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ, പ്രതിഫലം അറിയുമോ? സ്വലാത്ത് പറയുന്നവർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ കുറിച്ച് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് പറഞ്ഞാ മതി. 10 എണ്ണമെങ്കിലും 10 എണ്ണം പറഞ്ഞാ മതി. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ആദം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ, വേദന കുറയ്ക്കും നബിയേ.
കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ. അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാ. ആരാ പറയുന്നത്? അസ്റായീല. മീകായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് അറിയുന്നവരാണല്ലോ. ഈ മീകായിലാണ് പറയുന്നത്, നബിയേ എനിക്കിഷ്ടമാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? അല്ലാഹുവേ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്തൊരു ദാഹമാ! ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതിന്റെ ശരീരം വിയർക്കുകയാണ്. ഉച്ച സമയത്തടിച്ച ചൂടിന്റെ കാഠിന്യത്താൽ ഈ സമയത്ത് ഞാനും നിങ്ങളും ഇരുന്ന് വിയർക്കുകയാ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോളാ. അല്ലാഹുവേ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമുണ്ടല്ലോ, ആ കഠിനമായ പീഡനങ്ങളുടെ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവൻ അവനെ ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് വേണോ? മീകായിലാണ് പറയുന്നത്, ഞാൻ കൊണ്ടുവരും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ഹൗദുൽ കൗസർ കുടിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ പറ്റുമോ? അല്ലാഹ് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അറിയാമല്ലോ. സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുന്ന മലക്കാണല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എനിക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുമ്പോ ഖബറിനകത്ത് നിന്ന് പട്ടിയുടെയും പന്തിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കുടികുത്തി കൊച്ചു വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും
ചെയ്യും രൂപത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ വാപ്പയുടെ തലയിലേക്ക് എന്റെ പാപങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അള്ളാനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനൊന്ന് മലത്തി കിടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ അല്ലാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീ അല്ലാഹുടെ മുന്നിൽ കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുടെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. നബിയേ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി കിടക്കുമടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാണ്, സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല പടച്ചവര്, ഇല്ല പടച്ചവര്, ഈ സുജൂദിൽ നിന്ന് ഞാൻ എന്റെ തല ഉയർത്തില്ല പടച്ചവര്. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവനോട് കരുണ കാണിക്കണമല്ലോ. ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാണ്. ഇവന് സ്വർഗം കൊടുക്കാതെ, ഇവനോട് കരുണ കാണിക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. മലക്ക് നിനക്ക് വേണ്ടി അല്ലാഹുടെ മുന്നിൽ കിടന്ന് കരയുകയാ, അല്ലാഹുടെ മുന്നിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാ. നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ കിടക്കും. അനസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്നെ സ്നേഹിക്കുന്ന 4ാമത്തെ മലക്കാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വരുന്നത്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. എല്ലാരും കേറണമല്ലോ, എല്ലാരും കേറണമല്ലോ. നരകത്തിന്റെ തീ വിഴുങ്ങുമല്ലോ, നരകത്തിന്റെ കൊളുത്ത് കൊണ്ടുപോകുമല്ലോ. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് നിൽക്കുമ്പോ, പേടിച്ച് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നിന്നെ മറക്കില്ല പെങ്ങളെ, നിന്നെ മറക്കില്ല ഉപ്പാ. അന ആഖിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. നിന്റെ കയ്യിൽ പിടിക്കുകയാ,
നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്ത് മറക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മനസ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത ഒരു നിമിഷം പോലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ഉറക്ക പിടിക്കുവാനോ ചെലവഴിക്കാത്ത അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ. ദുആ ചെയ്യുന്ന മലക്കുകളുടെ ദുആ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഗ്യവാനാരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. സ്വലാത്ത് പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.